കലാരവവുമായി പുത്തൂർ GVHSS സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂളുകളിലൊന്നായി പുത്തൂർ GVHSSനെ മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. പുത്തൂർ GVHSSന് കേരള ഗ്രാമീൺ ബാങ്ക് നൽകുന്ന CRS ഫണ്ട് കൈമാറൽ, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ലോഞ്ച്, കലാരവം 2025 കലോത്സവം എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികളിലെ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുന്നതിനായുള്ള സ്കൂൾ സോഷ്യൽ സർവീസ് പദ്ധതിയുടെ ലോഗോ മന്ത്രി പ്രകാശനം ചെയ്തു. കേരള ഗ്രാമീൺ ബാങ്ക് ചെയർപേഴ്സൺ വിമല വിജയഭാസ്കർ മുഖ്യാതിഥിയായി. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക PM സുനിത സ്വാഗതവും പ്രോഗ്രാം കൺവീനർ B നിഷ നന്ദിയും പറഞ്ഞു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ S മരതകം, VHSE പ്രിൻസിപ്പൽ ടിനോ മൈക്കിൾ, PTA പ്രസിഡന്റ് സുധീർ കുണ്ടായി, SMC ചെയർപേഴ്സൺ സന്തോഷ് പുഴക്കടവിൽ, കേരള ഗ്രാമീൺ ബാങ്ക് ജനറൽ മാനേജർ പ്രദീപ് പത്മൻ, കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ C ശ്രീലത വർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ടൈംസ് മീഡിയ. സാധാരണ നിലയിൽ ഒരു സ്കൂളിന് ലഭ്യമാകുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി തുക ഇവിടെയുള്ള ഈ ഹൈസ്കൂൾ ബിൽഡിങ്ങിന് തന്നെ 5-8 കോടി രൂപ മുതൽ ഒരു ഗംഭീരമായിട്ടുള്ള സ്റ്റേഡിയത്തിന് 2 കോടിയിലധികം രൂപ നൽകിയിട്ടുണ്ട്. ഞങ്ങള് ഇപ്പോൾ 25 തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരാൻ പോവുകയാണ്. ഇങ്ങനെ ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത്, 1.5 കിലോമീറ്റർ വേണ്ട, ഞങ്ങൾക്ക് ഭാഷയിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ സുവോളജിക്കൽ പാർക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എവിടെയെങ്കിലും 300 ഏക്കർ സ്ഥലത്തൊരു സുവോളജിക്കൽ പാർക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. 24 ആവാസ ഇടങ്ങളുണ്ട് അവിടെ. ഇപ്പൊ 160 മാനുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സഫാരി പാർക്കിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഇന്ന് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി അവിടെ ഒരു ഹോളോഗ്രാം സൂ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിക്കുകയാണ്. ഹോളോഗ്രാം സൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് AI ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന 45 മിനിറ്റ് നേരം തുരങ്കത്തിലൂടെയുള്ള യാത്രക്കകത്ത് ആഫ്രിക്കൻ സഫാരി അനുഭവങ്ങളും ഓവർഹെഡ് സൂവിന്റെ അനുഭവങ്ങളും ഉൾപ്പെടെ 4 വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ ഒരു മനുഷ്യന് അവന്റെ മനോരാജ്യത്തിനല്ല AIയുടെ അവസ്ഥയിൽ കടന്നു ചെല്ലാൻ പറ്റുന്ന ഹോളോഗ്രാം സൂ പുത്തൂരിലെ സ്കൂളിൽ വന്ന് ഞങ്ങൾ ആരംഭിച്ച ചർച്ചയാണ്. വലിയവരൊക്കെ 3.5 കിലോമീറ്റർ നടന്ന് ഈ സുവോളജിക്കൽ പാർക്ക് ആസ്വദിക്കുമ്പോൾ കുട്ടികൾക്ക് തൊട്ടു കാണാനും തൊട്ടുകൂടാനും പറ്റുന്ന ഒരു പാർക്ക് കൂടി വേണ്ടേ എന്ന ചോദ്യം. തീർച്ചയായും അത് പൂർണ്ണമായിട്ട് ഗവൺമെന്റ് ആ അർത്ഥത്തിൽ ചിന്തിച്ച് അവിടെ തൊട്ടപ്പുറത്ത് 2 ഏക്കർ ഭൂമിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കരുമ മൃഗങ്ങളോട് കൂട്ടുകൂടാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും പാട്ടുപാടാനും കളിക്കാനും ഓടിപ്പിക്കാനും ഒക്കെ പറ്റുന്ന വിധത്തിൽ സുവോളജിക്കൽ പാർക്കിന് സമാന്തരമായി ഒരു പെറ്റിംഗ് സൂ കൂടി ഔപചാരികമായി ആരംഭിക്കുക. അങ്ങനെ പറഞ്ഞാൽ 1 കൊല്ലം കൂടി കഴിഞ്ഞ് ചെയർപേഴ്സൺ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ സന്തോഷങ്ങളും പിന്തുണയും പൊതു കോപ്പറേറ്റീവ് സോഷ്യൽ ഈ അവസരം ഉപയോഗിക്കുക. എത്രയോ കാലമായി നമ്മളിങ്ങനെ വാക്കുകൾ കൊണ്ട് മാത്രം വരച്ചു കാട്ടിയിരുന്ന സുവോളജിക്കൽ പാർക്ക് ഒക്ടോബർ 28-ാം തീയതി നേരിട്ടെത്തി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പുത്തൂരിലെ HMനോടും പ്രിൻസിപ്പാളിനോടും PTA പ്രസിഡന്റിനോടും ഒക്കെ പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടെത്തി ഉദ്ഘാടനം ചെയ്യുന്ന 13 കോടി രൂപ ഇതിനകം തന്നെ ഈ സ്കൂൾ അങ്കണത്തിലേക്ക് നൽകിയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന, ഇനി എമൗണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ഈ ഒക്ടോബർ മാസത്തിൽ തന്നെ തരാൻ പോകുന്ന ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഈ സ്കൂളും സ്കൂളിലെ രക്ഷകർത്താക്കളും പൂർണ്ണമായും പങ്കെടുക്കും എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട HMനെയും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാളെയും ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റിനെയും SMC ചെയർമാനെയും എങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഈ ചടങ്ങിൽ പങ്കാളിയാക്കണം എന്ന് ആലോചിക്കണം. ടൈം വേണ്ടി വരും. പക്ഷേ ആ റണ്ണിങ് ടൈമിൽ തന്നെ കുട്ടികൾക്കും അത് കാണാനുള്ള പ്രത്യേക. We got a message from the headmaster.